പവിത്രത്തിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ ഇലക്ഷൻ പ്രചരണമൊക്കെ നടക്കുകയാണ്. സമയത്ത് മാഷ് കമലമ്മയുടെ അടുത്ത് പറയുന്നുണ്ട്, ഈ ഇലക്ഷൻ പ്രചരണമൊക്കെ കഴിഞ്ഞ് വിക്രം അയാളെ വിട്ട് വരട്ടെ, അതോടെ ആ കുട്ടി തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയിലാണ് കമലമ്മയും മാഷ്. വിക്രമാണെങ്കിൽ ശ്രീനിവാസൻ്റെ കൂടെ ഇലക്ഷന് നന്നായിട്ട് പ്രചരണമൊക്കെ നടത്തി ഓരോരോ വീടുകൾ കയറി വോട്ടൊക്കെ ചോദിച്ച് ഇലക്ഷൻ്റെ തിരക്കിൽ ഇങ്ങനെ നടക്കുകയാണ്. കൂടെ ശ്രീനിവാസനും ഉണ്ട്, പുളിയനും ഒക്കെ ഉണ്ട്. അങ്ങനെ ഇലക്ഷൻ്റെ ഒരു ചൂടിലാണ് എല്ലാവരും. ഈ സമയത്ത് ശ്രീകാന്തിൻ്റെ പ്ലാൻ നടപ്പിലാക്കാനുള്ള ശ്രമത്തിലുമാണ്. വരുണാണെങ്കിൽ വാസവൻ്റെ പാർട്ടിക്ക് വേണ്ടി ഇലക്ഷൻ്റെ പ്രചരണമായിട്ട് വരുണും നടക്കുന്നുണ്ട്. അങ്ങനെ വിക്രം ശ്രീനിവാസനും വാസവനും വേണ്ടി പ്രചരണത്തിൻ്റെ ഒരു തിരക്കിൽ തന്നെ നടക്കുകയാണ്. രാത്രിയിലാണെങ്കിൽ വരുൺ പോസ്റ്ററൊക്കെ ഒട്ടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. കൂടെ കുറേ അനുയായികളും ഉണ്ട്. അങ്ങനെ വരുണും അവരെല്ലാവരും കൂടി പോസ്റ്റർ ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണെങ്കിൽ ഒരു ജീപ്പ് വരികയാണ്. അതിനകത്ത് കുറേ ആൾക്കാരുണ്ട്, കുറേ ഗുണ്ടകളുണ്ട്. അവർ വന്ന് അവിടെ ഇറങ്ങിയിട്ട് അവർ ചോദിക്കുന്നുണ്ട്, ഇവിടെ ആര് പറഞ്ഞിട്ടാണ് പോസ്റ്റർ ഒട്ടിച്ചത്? ഇവിടെ വാസവൻ്റെ പോസ്റ്ററല്ല ഒട്ടിക്കേണ്ടത്, ശ്രീനിവാസനെ ഞങ്ങളുടെ സാറിൻ്റെ പോസ്റ്ററാണ് ഒട്ടിക്കേണ്ടതെന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാവുന്നുണ്ട്. അപ്പോൾ വരുൺ പറയുന്നുണ്ട്, നിങ്ങൾ ഒട്ടിക്കേണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞില്ലല്ലോ, നിങ്ങൾ ഒട്ടിച്ചോ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കാവുന്നുണ്ട്. അവരൊട്ടും സമ്മതിക്കുന്നില്ല. വന്ന ഗുണ്ടകളാണെങ്കിൽ വരുണിൻ്റെ അടുത്ത് വഴക്കിട്ടുണ്ടാക്കി അങ്ങ് ചെല്ലിയാണ്. സമയത്ത് പുളിയൻ അവിടെ നിന്ന് ഒളിഞ്ഞു നിന്നതെല്ലാം കാണുന്നുണ്ട്. പുളിയനാണെങ്കിൽ ശ്രീനിവാസൻ്റെ കൂടെ ആണെങ്കിലും എല്ലാ കാര്യങ്ങളും ശ്രീകാന്തിന് ചോർത്തി കൊടുക്കുന്നത് പുളിയനാണ്. പുളിയനൊരു ഒറ്റുകാരനാണ്. അപ്പം അതുകൊണ്ട് തന്നെ പുളിയനറിയാം ഇത് ശ്രീനിവാസൻ്റെ ആളുകളല്ലെന്നും ഇത് ശ്രീകാന്ത് വിട്ട ഗുണ്ടകളാണെന്നും പുളിയനെ നന്നായിട്ട് അറിയാം. അങ്ങനെ പുളിയനൊരു മതിലിൻ്റെ പുറകിൽ നിന്ന് ഒളിഞ്ഞു നിന്നതെല്ലാം കാണുകയാണ്. അങ്ങനെ വന്ന ഗുണ്ടകളും വരുണിൻ്റെ ആൾക്കാരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കാവുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് മുഖം മറച്ച ഒരാൾ വന്ന് വരുണിനെ അങ്ങ് കുത്തുന്നുണ്ട്. വരുണിനെ കുത്തി ഇത് കണ്ട് എല്ലാവരും ഞെട്ടുന്നുണ്ട്. ഈ സമയത്താണെങ്കിൽ പുളിയൻ ആ മതിലിൻ്റെ പുറകിൽ നിന്നുകൊണ്ട് വിക്രം എന്ന് വിളിക്കുകയാണ്. ഈ മുഖംമൂടിയ ആൾ തിരിഞ്ഞു നോക്കുന്നുണ്ട്. അപ്പം എല്ലാവരും വിചാരിക്കുന്നത് ആ മുഖംമൂടിയിട്ട ആൾ വിക്രമാണെന്നാണ്. പുളിയൻ വീണ്ടും പറയുന്നുണ്ട്, വിക്രം ഓടിക്കോ എന്ന് പറയുന്നുണ്ട്. അപ്പം അയാൾ ഓടുന്നുണ്ട്. അപ്പോഴത്തേക്ക് വരുണിൻ്റെ അനുയായികളൊക്കെ ഓടി വരുന്നുണ്ട്. ഓടി വന്ന് വരുണിനെ പിടിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കാണുന്നത് വിക്രമാണ് കുത്തിയിട്ട് പോയെന്നാണ് വിചാരിച്ചേക്കുന്നത്. പുളിയൻ അങ്ങനെ മനഃപൂർവ്വം ചെയ്തതാണ്. വിക്രമത്തെ അറിഞ്ഞുകൊണ്ട് പുളിയനും കൂടെ ചേർന്നാണ് കൊടുക്കുന്നത്. ആ മുഖം മൂടിയിട്ട ആളുടെ മുഖം ആരും കാണുന്നില്ല. വിക്രം എന്ന് വിളിച്ചതുകൊണ്ട് തന്നെ അവിടെ നിൽക്കുന്നവരെല്ലാം വിചാരിക്കുന്നത് വരുണിനെ കുത്തിയത് വിക്രമാണെന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. അങ്ങനെ വരുണിനെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നുണ്ട്. സമയത്ത് വാസവൻ അറിയുന്നുണ്ട് വിക്രം വരുണിനെ കുത്തിയ കാര്യം. വാസവനാണെങ്കിൽ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ആകപ്പാടെ ഞെട്ടുന്നുണ്ട്. വരുണിൻ്റെ അമ്മ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി, എന്താ നിങ്ങൾ ആകപ്പാടെ വല്ലാതിരിക്കുന്നത്? ഏയ് ഒന്നുമില്ല എന്നും പറഞ്ഞിട്ട് ബഹളം വെക്കുന്നുണ്ട്. നമ്മുടെ വരുണിനെ ആ വിക്രം കുത്തിയെന്ന്. അങ്ങനെ ആകപ്പാടെ കരച്ചിലും ബഹളമായി. അങ്ങനെ അവരുടെ നേരെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. സമയത്ത് ശ്രീകാന്ത് അറിയുന്നുണ്ട് അവർ വിചാരിച്ച പോലെ പ്ലാനൊക്കെ നടന്നു. അതുപോലെ തന്നെ വിക്രമാണ് കുത്തിയെന്ന് എല്ലാവർക്കും ഒരു ധാരണ ഉണ്ടായെന്നും ശ്രീകാന്തിന് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ശ്രീകാന്ത് ആണെങ്കിൽ ചന്ദ്രശേഖരനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, അച്ഛാ നമ്മൾ വിചാരിച്ച പോലെ പ്ലാനൊക്കെ കൃത്യമായിട്ട് നടന്നിട്ടുണ്ട്. ആ പുളിയൻ നമ്മളെ കൃത്യസമയത്ത് തന്നെ സഹായിച്ചിട്ടുണ്ട്. ചന്ദ്രശേഖരൻ പറയാണ്, ആ പുളിയനെ ഒന്ന് സൂക്ഷിക്കണം, അവൻ ഒറ്റുകാരനാണ്, ഇനി നമ്മളെ ഒറ്റുമെന്ന് പറയാൻ പറ്റത്തില്ല എന്ന് ചന്ദ്രശേഖരൻ പറയാണ്. അപ്പം ശ്രീകാന്ത് പറയാണ്, ഇല്ല അയാൾക്കറിയാം നമ്മളെ എങ്ങനെ ഒറ്റിയ അയാളുടെ കാര്യത്തിലൊരു തീരുമാനമാവുമെന്ന്, അതുകൊണ്ട് അങ്ങനെ സംഭവിക്കുമെന്ന് പേടിക്കേണ്ട അച്ഛാ എന്ന് പറയാണ്. ഇനി ഒരു കാര്യവും നമ്മൾ ചെയ്യേണ്ട, ഇനി എല്ലാം ഇതിൻ്റെ മുറ പോലെ നടന്നോളൂ എന്ന് ചന്ദ്രശേഖരൻ പറയാണ്. അങ്ങനെ അവർക്ക് രണ്ടുപേർക്കും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. ഈ സമയത്താണെങ്കിൽ വാസവൻ ഹോസ്പിറ്റലിലേക്ക് ഓടി വരികയാണ്. ഓടി വന്നിട്ട് മോൻ്റെ കാര്യങ്ങളൊന്നും അറിയാതെ അകപ്പാടെ വെപ്രാളം പിടിച്ച് നിൽക്കുകയാണ്. അപ്പം ഡോക്ടർ വന്ന് സങ്കടത്തോടെ മരിച്ച വിവരം പറയുന്നുണ്ട്. ഇതറിഞ്ഞ് വാസവനും ഭാര്യയും ഭയങ്കര സങ്കടവും കരച്ചിലൊക്കെയാണ്. പക്ഷേ വിക്രമാണെങ്കിൽ ഇതൊന്നും അറിയുന്നില്ല. വിക്രം ഈ സമയത്തും ശ്രീനിവാസൻ്റെ ഇലക്ഷൻ പ്രചരണവും മറ്റുമായിട്ട് നടക്കുകയാണ്. വാസവൻ ആകപ്പാടെ തകർന്നു. പക്ഷേ വാസവൻ്റെ അനുയായികളും ഗുണ്ടകളും വിക്രമാണ് വരുണിനെ കൊന്നെന്ന രീതിയിൽ വിക്രത്തിനോട് പ്രതികാരം ചെയ്യാൻ ഇങ്ങനെ വിക്രത്തെ തപ്പി നടക്കുകയാണ്, തിരിച്ച് വിക്രത്തെ കൊല്ലാൻ വേണ്ടി. പക്ഷേ വിക്രത്തെ കിട്ടുന്നില്ല. അങ്ങനെ അവർ നേരെ മാഷിൻ്റെ വീട്ടിലേക്ക് വരികയാണ്. മാഷിൻ്റെ വീട്ടിൽ വന്ന് ശ്രീജയുടെ ഈ പ്രോഡക്ട്സിലെ സാധനങ്ങളെല്ലാം അടിച്ച് തകർത്ത് നാശമാക്കുവാണ്. അങ്ങനെ ബഹളം കേട്ട് എല്ലാവരും കൂടെ പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി വരുമ്പം കുറേ ആൾക്കാർ നിന്ന് അടിച്ച് നശിപ്പിക്കുകയാണ് കാണുന്നത്. അങ്ങനെ വിഷുവും വിനായകനും ഓടിച്ചെല്ലുമ്പോഴത്തേക്ക് അവന്മാർ വന്ന് പറയുന്നുണ്ട്, വിക്രം എന്തെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം വിനായകൻ പറയുന്നത്, ഞങ്ങൾക്കറിയത്തില്ല, അവൻ ശ്രീനിവാസിൻ്റെ കൂടെ കാണും എന്ന് പറയാണ്. അപ്പം ഗുണ്ടകൾ പറയാണ്, അവനെ ഞങ്ങൾ വെറുതെ വിടുമെന്ന് വിചാരിക്കണ്ട, ഞങ്ങളുടെ സാറിൻ്റെ മോനെ വരുണിനെ കൊന്ന് അവനെ അങ്ങനെ വെറുതെ വിടുമെന്ന് വിചാരിക്കണ്ട, അവനെ ഇനി ജീവനോടെ ഞങ്ങൾ വെച്ചേക്കത്തില്ല എന്ന് പറയുകയാണ്. എന്നും പറഞ്ഞിട്ട് ഗുണ്ടകൾ അങ്ങ് പോവുകയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് ആകപ്പാടെ ഞെട്ടുന്നുണ്ട്. അപ്പം കമലാമ്മയാണെങ്കിൽ ഭയങ്കര കരച്ചിൽ. കമലാമ്മയാണെങ്കിൽ മാഷിനോട് ചോദിക്കണം, എന്താ മാഷേ ഈ നടക്കുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ മാഷ് പറയാണ്, എന്താണെന്നൊന്നും അറിയാൻ വയ്യ എന്ന്
പറയാണ്. അപ്പോൾ വിനായകൻ വന്ന് പറയാണ്, അവന്മാർ പറഞ്ഞത് ആരുമായിട്ട് വിക്രം അടി ഉണ്ടാക്കിയെന്നല്ലയോ എന്ന് പറഞ്ഞേ എന്ന് വിനായകൻ ചോദിക്കുകയാണ്. അപ്പോൾ വിശ്വവും പറയാണ്, നീയൊന്നും മിണ്ടായിരിക്കുക, എന്താണ് സത്യമായ കാര്യമെന്ന് നമുക്കറിയാൻ വയ്യാലോ, എന്തായാലും നേരം വെളുക്കട്ടെ എന്ന് പറയുകയാണ്. സമയത്ത് രാജേട്ടനും അനിയൻകുട്ടനും കൂടെ അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ജോസഫ് ആണെങ്കിൽ ഓടി വന്ന് ഡോറ് വന്ന് അകത്തേക്ക് കയറുകയാണ്. എന്താടാ ജോസഫ് നീ ഇത്രയും വെപ്രാളം പിടിച്ച് ഓടുന്നേ എന്ന് രാജേട്ടൻ ചോദിക്കുകയാണ്. അപ്പം ജോസഫ് പറയാണ്, ഞാൻ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്, അവന്മാർ എൻ്റെ പുറകിലുണ്ട്, നമ്മുടെ വിക്രം എന്തിയെ എന്ന് ചോദിക്കുകയാണ്. ആരാ എൻ്റെ പുറകിൽ വന്നതെന്ന് ചോദിക്കുകയാണ് രാജേട്ടൻ. അത് വാസവൻ്റെ മകൻ വരുണിനെ വിക്രം കുത്തിയെന്ന് അറിയാൻ കഴിഞ്ഞത്. എന്നെ തപ്പി നടക്കുകയാണ്, അപ്പോഴാണ് എന്നെ കണ്ടത്, എന്നെ പിടിക്കാൻ വേണ്ടി ഓടിച്ച് തലനാരിഴയ്ക്കാൻ ഞാൻ രക്ഷപ്പെട്ടു പോരുന്നത്. വിക്രം എന്തിയെ, വിക്രത്തെ കണ്ടു കഴിഞ്ഞാൽ അവർ കൊല്ലുക തന്നെ ചെയ്യും എന്ന് ജോസഫ് ഏട്ടൻ പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് രാജേട്ടനും അനിയൻകുട്ടനും ആകപ്പാടെ ടെൻഷനാവുന്നുണ്ട്. അപ്പം അനിയൻകുട്ടൻ പറയാണ്, രാജേട്ട അവനെ ഒന്ന് വിളിക്കുക എന്ന് പറയാണ്. അങ്ങനെ വിളിക്കുമ്പോഴത്തേക്ക് വിക്രത്തെ കിട്ടുന്നില്ല, വിക്രത്തെ ഫോണിൽ കിട്ടുന്നുമില്ല. വിക്രത്തിന് ഇപ്പം എവിടെ ഒന്നും അറിയാതെ ആകപ്പാടെ എല്ലാവരും ടെൻഷനാണ്. അങ്ങനെ പിറ്റേന്ന് നേരം വെളുത്തപ്പം തന്നെ പത്രം വന്നപ്പോൾ തന്നെ ഇതിനെക്കുറിച്ചുള്ള ന്യൂസ് പത്രത്തിലുണ്ടായിരുന്നു. ആ പത്രമായിട്ട് നേരെ അകത്തേക്ക് ശ്രീകാന്ത് വരികയാണ്. ശ്രീകാന്ത് വന്നിട്ട് എല്ലാവരെയും വിളിച്ചിട്ട് പറയുകയാണ്, ദാ പത്രത്തിൽ നിന്നൊരു ന്യൂസുണ്ട്, ഇത് കണ്ടോ എന്ന് പറയുകയാണ്. അപ്പം ദീപ്തിയുണ്ട്, ദാ നീയാ കാണേണ്ടത് പറഞ്ഞ് ആ ന്യൂസ് കാണിക്കുകയാണ്. വിക്രം വരുണിനെ കുത്തിയ ന്യൂസാണ് അതിനകത്തുള്ളത്. അത് കണ്ടപ്പോഴത്തേക്ക് നമ്മുടെ ദീപ്തി തലകറങ്ങി വീഴുകയാണ്. അപ്പം ദീപ്തി എല്ലാവരും കൂടെ പിടിക്കുന്നുണ്ട്. ഈ സമയത്ത് വേദയാണെങ്കിൽ ആ പത്രം എടുത്ത് നോക്കുന്നുണ്ട്. ആ പത്രം കാണുമ്പോഴത്തേക്ക് വേദയും ഞെട്ടുന്നുണ്ട്. വിക്രം വരുണിനെ കുത്തി എന്നുള്ള വാർത്തയാണ് വേദ കാണുന്നത്. ഇത് കാണുമ്പോഴത്തേക്ക് വേദ ആകപ്പാടെ ഞെട്ടി എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ ഭയന്ന് നിൽക്കുകയാണ്.